വഴികൾ തുറക്കുവാൻ ദൈവം വിശ്വസ്തനായ കർത്താവാണ്. ഇന്ന് പകൽക്കാലം ആമേൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം തന്നെ ആശ്രയമായി കൊള്ളുകയും ചെയ്ത മനുഷ്യൻ ഭാഗ്യവാനാണ്. എല്ലാവരെയും ദൈവം പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. ആമേൻ. വായിച്ചാനൊന്നും പറ്റില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ട്രാഫിക്ക് വഴിയിൽ പെട്ട് കാണും. അവിടെ ഇങ്ങോട്ടുള്ള വഴി ചെറുപ്പം അങ്ങോട്ട് പോകുന്ന കുഴപ്പമില്ല. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഇന്നത്തെ കാലം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥനകളായിരിക്കാം. ഇവിടെ നമ്മൾ വായിച്ച് സങ്കീർത്തനം 7-ാമത്തെ വാക്യം, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവം എനിക്ക് ചുറ്റും പാളയങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഭക്തന്മാർക്ക് ചുറ്റുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്. ദൈവം എനിക്ക് വേണ്ടി കരുതും നല്ലത് ചെയ്യും. അത് ദൈവം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന കേട്ട് ചെയ്യുന്ന ദൈവം. ഏലിയാവിന് വേണ്ടി കരുതിയ ദൈവം. പക്ഷെ ഏലിയാവ് ആരായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. പാരമ്പര്യം ഒന്നും എടുത്തു പറഞ്ഞില്ല, എൻ്റെ അപ്പൻ്റെ മോനാന്ന് പറഞ്ഞില്ല, എനിക്ക് ഇന്ന ശുശ്രൂഷയുണ്ടെന്ന് പറഞ്ഞില്ല. ആ ഏലിയാവിന് വേണ്ടിയാണ് ദൈവം കരുതുന്നത്. അപ്പം ദൈവം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി കരുതുന്നു. എങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാർക്കാണ് ദൈവം എല്ലാം കരുതുന്നത്. അവർക്ക് ചുറ്റുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്. പാളയം ഇറങ്ങി ദൈവം ദൂതൻ വന്ന് പാളയം. ഒരു ദൂതൻ കർത്താവ് പറഞ്ഞു, 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എനിക്ക് വേണമെങ്കിൽ കർത്താവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് കർത്താവിന് പറയുകയാണ്, എൻ്റെ പിതാവ് അയക്കും. ഒരു ലെഗ്യോൻ എന്ന് പറയുമ്പോൾ ഇറ്റാലിയൻ പട്ടാളത്തിലെ 6000 സോൾജേഴ്സ്. അങ്ങനെയാണെങ്കിൽ 12 ലെഗ്യോൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വന്നു? 72,000 ദൂതന്മാർ ഒറ്റ സമയത്ത് വരാൻ കഴിയും. എന്നാൽ ദൂതന്മാർക്ക് ചില ഡ്യൂട്ടികൾ ദൈവം വെച്ചിട്ടുണ്ട്. ഓരോ ദൂതന്മാർക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ 1000-1000 ദൂതന്മാരുണ്ട്. ചിലരുടെ ഡ്യൂട്ടി പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മെസ്സഞ്ചർ ആവുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വായിക്കാം. ആമേൻ. എബ്രായർക്ക് എഴുതിയ ലേഖനം, എബ്രായ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ദൂതന്മാരിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ ശുശ്രൂഷകന്മാരും ആക്കുന്നു. എന്നിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 13-ഉം 14-ഉം. വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല എന്നും പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്ക എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവരൊക്കെ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളത്രേ. അപ്പോ ഈ ദൂതന്മാര് സേവകാത്മാക്കളാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൂതന്മാർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ
അവര് മെസ്സഞ്ചർ, അവര് സദ്വർത്തമാനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്നവരാ. ഉൽപ്പത്തി പുസ്തകത്തില് യാക്കോബ് കണ്ട ദർശനത്തില് സ്വർഗത്തോളം എത്തുന്ന ഗോവേണി ദൂതന്മാർ അവിടുന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതാണ് അവൻ കാണുന്നത്. അപ്പോ ദൈവസന്നദ്ധിയിൽ മെസ്സേജുകൾ കൊടുക്കുന്നതാണ് ദൂതന്റെ ഒരു ഡ്യൂട്ടി. വേറൊരു ഡ്യൂട്ടി അവിടുന്നുള്ള മെസ്സേജ് നമുക്ക് തരുന്നതാണ് വേറൊരു ഡ്യൂട്ടി. നമ്മളതാ കഴിഞ്ഞ ദിവസം വായിച്ചത്. ദൈവത്തിന്റെ ദൂതൻ സെക്കരിയാവിനോട് വന്നിട്ട് പറഞ്ഞു, സെക്കരിയാവേ, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാന് ഉത്തരവുമായിട്ട് വന്നിരിക്കുകയാണ്. മറിയയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം. സദ്വർത്തമാനവുമായിട്ടാണ് ദൂതൻ വരുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൂതൻ, ദൈവം അയച്ച ദൂതൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവിക ദൂത് പറയുവാൻ, സദ്വർത്തമാനങ്ങൾ പറയുവാൻ ദൈവം തന്റെ ദൂതന്മാരെ അയക്കാറുണ്ട്. ഈ സേവകാത്മാക്കൾ, നമ്മളെ സേവിക്കുന്ന ഒരു ഭക്തരെ സേവിക്കുന്ന അങ്ങനെയുള്ള ദൂതനാണ് വന്നിട്ട് നമ്മുടെ കിടക്കയൊക്കെ എന്ത് ചെയ്യും, മാറ്റി വിരിക്കും. എവിടെ? രോഗശൈലി. ഈ ദൂതന്മാര് ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മള് യോഹന്നാന്റെ സുവിശേഷം 5 വായിക്കണ്ട. അവിടെ നമ്മൾ വായിക്കുന്നത് അതതു സമയം ഒരു ദൂതൻ വന്നിട്ട് കുളം എന്ത് ചെയ്യും, കലക്കും. അപ്പൊ ഒരു ദിവസം കുളം കലക്കാൻ ഒരു ദൂതൻ വരും. ഏത് വ്യാധി പിടിച്ചവനായാലും ആദ്യം ഇറങ്ങുന്നവൻ, ബെഥസ്ദാ കുളത്തിൽ ആദ്യം ഇറങ്ങുന്നവൻ എന്ത് ചെയ്യും, സൗഖ്യപ്രാപിക്കും. അപ്പൊ ദൈവം ഒരു വ്യക്തിയെ സൗഖ്യമാക്കുവാൻ പ്ലാൻ ചെയ്തപ്പോ ദൂതനെ അയച്ച് അവിടെ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അശൂർ പാളയത്തിൽ ദൈവം തന്റെ ദൂതനെ അയച്ചതായി നമ്മൾ വായിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു ഭക്തന്റെ ചുറ്റും, ഒരു ഭക്തന്റെ വീട്, അവൻ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. നമുക്ക് വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദാസനായ, ദൈവത്തിന്റെ പ്രവാചകനായ എലീശ പാർത്ത വീട് വളയുവാനായി ആരാമ്യരുടെ സൈന്യം അവിടെ എത്തിച്ചു. പ്രാർത്ഥിച്ച പ്രവാചകൻ, കർത്താവേ, ഈ ജാതികൾക്ക്, ഇവർക്ക്, ഈ പട്ടാളക്കാർക്ക് നീ അന്ധത പിടിപ്പിക്കണമേ എന്ന് എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആരാമ്യരുടെ സൈന്യത്തിന് അന്ധത പിടിപ്പിക്കുമാറ് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടത്. ഇന്ന് പകൽക്കാലം ഒരൊറ്റ ദൂതൻ മതി, ആമേൻ, നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ശാസിക്കുവാൻ. ദൈവത്തിന്റെ ഒറ്റ ദൂതൻ മതി. നമ്മൾ ദാനിയേലിന്റെ പ്രവചനത്തിൽ വായിക്കുന്നു, 3 പുരുഷന്മാരെയാണ് എന്ത് ചെയ്തത്, തീക്കകത്തിട്ടത്. തീക്കകത്തിട്ടപ്പോ രാജാവ് പിന്നെ കാണുകയാ 4 പേരതിനകത്തുള്ളതായിട്ട്. 4ാമനായി ദൈവം അയച്ച ദൂതൻ അവിടെ കടന്നു വന്നു. കാലം കഷ്ടതയേറുന്ന സന്ദർഭം വരുമ്പോ 4ാമനായി ദൈവത്തിന്റെ ദൂതനെ ദൈവം എവിടെ അയക്കുന്നറിയാമോ? നാം വീഴുന്ന തീച്ചുളയ്ക്കകത്ത് തന്നെ വരും. അവിടെ വന്ന് നമ്മളോട് കൂടെ സഞ്ചരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പണ്ടത്തെ കാലത്ത് നമുക്കാർക്കും അറിയത്തില്ല, വസൂരി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. ഏത് അമ്മാച്ചനായാലും, ഏത് അമ്മയായാലും, ഏത് അപ്പനായാലും ആ അസുഖം വന്നു കഴിയുമ്പോ ആഗ്രഹം കൊണ്ട് കാണണമെന്ന് ശുശ്രൂഷിക്കണം എന്നൊക്കെ, പക്ഷേ പറ്റത്തില്ല. അവരെ വേറെ ഏതെങ്കിലും ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവരെ ആക്കുന്നതാണ് പതിവ്. അവൻ അത്രയേ ഉള്ളൂ സ്നേഹം. പക്ഷേ ഒരു ദൈവത്തിന്റെ വൈതലിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ഒറ്റപ്പെട്ടാലും, ഏത് തീച്ചുളയ്ക്കകത്ത് വീണാലും അവിടേക്ക്
നമ്മളോടൊപ്പം സഞ്ചരിക്കുവാൻ, നമ്മളോടൊപ്പം യാത്ര ചെയ്യുവാൻ, നമ്മളോടൊപ്പം അവൻ എല്ലാം അനുഭവിപ്പാൻ, നമ്മളെ ആശ്വസിപ്പിക്കുവാൻ, നമ്മളെ ശുശ്രൂഷിക്കുവാൻ ദൈവം തന്റെ ദൂതനെ അവിടെ അയക്കുമെന്നാണ് നമ്മൾ വായിക്കുന്നത്. തീച്ചൂളിൽ ഇട്ടേച്ച് പോകത്തില്ല, ഞാൻ പറഞ്ഞു തന്നെ. വസൂരി വരുമ്പോ ഇട്ടേച്ച് പോകത്തില്ല, രോഗം വരുമ്പോ ഇട്ടേച്ച് പോകത്തില്ല. നമ്മളൊക്കെ ഇട്ടേച്ച് പോകുന്നവരാ. ദൈവത്തിന് സ്തോത്രം. എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ ഇട്ടേച്ച് പോകും. ദൈവത്തിന് സ്തോത്രം. കാരണം നമ്മുടെ നിലനിൽപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. മക്കളായാലും അപ്പനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും അതേ രാഷ്ട്രീയമായാലും ഗവൺമെന്റ് ആയാലും അതേ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നാൽ ഇന്ന് മുതൽ കാലം മറന്നു പോകരുത്. ആ കഷ്ടതയുടെ നടുവിൽ കൂടിയിരിക്കുന്നതും കൂടെ നടക്കുന്നതും അവൻ കർത്താവിന്റെ ദൂതൻ മാത്രമേ. കർത്താവ് ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ടു. രാജാവ് നോക്കിയപ്പോൾ രാജാവ് രാവിലെ എഴുന്നേറ്റ് വിളിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. ദാനിയേല് പറയാ, ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹത്തിന്റെ വായ എന്ത് ചെയ്തു? അടച്ചു. ഇന്ന് പോയ കാലം നാം സേവിക്കുന്ന ദൈവം തന്റെ ദൂതനെ അയക്കും. നമ്മളോട് 4 വർത്തമാനം പറയണമെന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആൾക്കാർ കണ്ടെന്ന് വന്നേക്കാം. പക്ഷെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടയ്ക്കും. നീ അവരുടെ പക്ഷമല്ല, നിന്റെ പക്ഷം അവര് ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ സിംഹക്കുഴിയിൽ ഇറങ്ങി വരും. ദൈവത്തിന്റെ ദൂതൻ ബെഥസ്ത കുളത്തിൽ വരും. ദൈവത്തിന്റെ ദൂതൻ തീക്കകത്തിറങ്ങി വരും. ദൈവത്തിന്റെ ദൂതൻ മരുഭൂമിയിൽ ഏകാന്തമായിരിക്കുന്ന ആമേൻ യാക്കോബിന്റെ അടുക്കൽ ദൈവീയ ദൂതമായി ഇറങ്ങി വരും. ദൈവത്തിന്റെ ദൂതൻ ശുശ്രൂഷയിലായിരിക്കുന്ന ആമേൻ സെക്കരിയാവിനോട് സംസാരിപ്പാനും ധൈര്യപ്പെടുത്തുവാൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. വിവാഹ നിശ്ചയം ചെയ്തു വെച്ച മറിയ, അവളെ ബലപ്പെടുത്തുവാൻ, യേശുവിന്റെ ആമേൻ ജനനമുണ്ടാകുവാൻ അവക്കുള്ള ദൂതുമായ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ഇന്ന് പകരക്കാലം നമുക്കുള്ള ദൂതുമായ ദൈവത്തിന്റെ ദൂതൻ. അത് മാത്രമല്ല, ദൈവത്തിന്റെ ദൂതൻ ചെയ്യുന്നത്, ദൈവത്തിന്റെ ദൂതൻ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഇവരോട് പറയുകയുണ്ടായി. ഈ യാക്കോബ് 20 വർഷത്തോളം 20 വർഷം അമ്മാച്ചന്റെ വീട്ടിലായിരുന്നു, അമ്മാവന്റെ വീട്ടിൽ. അവിടെ പോകണ്ടിട്ട് പോയതല്ല, സാഹചര്യം അവരെ അവിടെ എന്ത് ചെയ്തു? കൊണ്ടുവന്നെത്തിച്ചത്. ജ്യേഷ്ഠനെയും അപ്പനെയും ഒരേ സമയം കളിപ്പിച്ചവരാണ് ആര്? എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠന്റെ എന്ത് ചെയ്തു? അവകാശം. ദൈവത്തിന്റെ സ്തോത്രം. ഈ ജ്യേഷ്ഠൻ ഒരു കടിഞ്ഞൂപ്പെട്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പായസത്തിന് വേണ്ടി വരെ എന്ത് ചെയ്തു? ജ്യേഷ്ഠാവകാശമൊക്കെ വിറ്റു. അവൻ ഈ വിൽക്കുന്നത് വാങ്ങിക്കാൻ അനിയൻ അപ്പന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എടാ ഇത്ര വേഗം നിനക്ക് ഈ ഭക്ഷ്യവസ്തു കിട്ടിയതെങ്ങനെ, ഈ മൃഗത്തെ കിട്ടിയതെങ്ങനെ, നീ ഇത്ര പെട്ടെന്ന് ഈ ആഹാരം ഉണ്ടാക്കിയതെങ്ങനെയൊക്കെ ചോദിക്കും. പറയാ, ഭയങ്കര കള്ളാ പറഞ്ഞത്. നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് എന്ത് ചെയ്തു? വരുത്തി തന്നു. അതിലും എന്താ ഇതെന്നറിയാമോ? അമ്മ അപ്പൻ ഇഷ്ടപ്പെട്ട രുചിപ്രദമായ എന്ത് ചെയ്തു? ഭക്ഷണം എന്താന്ന് ആർക്കറിയാം? 10, 20, 30, 40 വർഷമായിട്ട് കൂടെ താമസിക്കുന്ന ഭർത്താവിന്റെ ഇഷ്ടം ആർക്ക് മനസ്സിലാക്കണം? അമ്മ മനസ്സിലാക്കണം. അമ്മയുടെ ഇഷ്ടം ഭർത്താവ് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം എന്നുള്ളൊരു ദൂത് അവിടെ ഉണ്ട്. അതുപോലെ ഈ അമ്മ ഈ കൊച്ചനെ എങ്ങും ബന്ധപ്പെടാൻ പോയില്ല. തൊഴുത്തിൽ നിന്ന് തന്നെ ഏറ്റവും ശ്രേഷ്ഠമേറിയതിനെ പിടിച്ച് പാകം ചെയ്തു കൊടുക്കുക. എന്നിട്ട് അവൻ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക്. രണ്ടാമത്, ഇവനൊരു ജ്യേഷ്ഠനെ പോലെ, യേശാവിനെ പോലെ, യേശാവ് രോഗമുള്ളവനാ, ആണെന്ന് വരുത്തി തീർക്കാൻ അവൻ എന്ത് ചെയ്തു? തോലണിഞ്ഞാ ചെല്ലുന്നത്, കുപ്പായം അണിഞ്ഞാ ചെല്ലുന്നത്.
അപ്പൊ പറഞ്ഞു, തപ്പി നോക്കിയിട്ട് പറഞ്ഞു കണ്ണ് കാണത്തില്ല. അപ്പന് കണ്ടിട്ട് കേട്ടിട്ട് യാക്കോബിന്റെ ശബ്ദം. പിന്നെ തപ്പി നോക്കിയപ്പോ ഏശാവിനെ പോലെ. ദൈവത്തിന് സ്തോത്രം. കാലം മറന്നു പോകരുത്. ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ ശബ്ദങ്ങളാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും കണ്ണ് വ്യത്യസ്തമാണ്. 700 കോടിയിൽ പരം ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. എല്ലാവരുടെയും കണ്ണ് വ്യത്യസ്തമാണ് അല്ലേ? എല്ലാവരുടെയും കണ്ണ്. നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തിലും കണ്ണിന്റെ ഫോട്ടോ കാണാം. അപ്പൊ എല്ലാം വ്യത്യസ്തമായി, ഇത്രയും വ്യത്യസ്തമായി തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സംഗീതത്തിന്റെ കാലം പറയുന്നു, അവരെന്നെ അതിശയവും ഭയങ്കരവുമായി അവരെന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ദൈവത്തിന് വ്യത്യസ്തമായി. അപ്പോ യേശാവേ, അപ്പൊ ശബ്ദം കുപ്പായമണത് അവൻ അപ്പനെ കളിപ്പിച്ചു. ദൈവത്തിന് കാലം അങ്ങനെ അനുഗ്രഹമൊക്കെ ഭാവിച്ച് ഇനി വീട്ടിൽ നിൽക്കാൻ കഴിയത്തില്ല. കാരണം എന്തോ, ജ്യേഷ്ഠൻ കൃത്യമായി പോയി വേട്ടയാടി ഭക്ഷണവുമായിട്ട് വന്നിരിക്കുക. അവന്റെ കാര്യം പറഞ്ഞ അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം വരും, വന്ന് ഞാൻ ഇവനോട് അധികാരം ചെയ്യും. അങ്ങനെ അവിടുന്ന് ഓടിപ്പോകുന്ന യാത്രയിലാണ് ലൂസ് എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ രാത്രിയായി. അന്ന് അവിടെ വിശ്രമിച്ചു മരുഭൂമിയിൽ. അന്നാണ് ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും. കാലം മറന്നു പോകരുത്. നീണ്ട 20 വർഷം ലാബാന്റെ വീട്ടിൽ പാർത്തു, മാച്ചന്റെ വീട്ടിൽ. ഇവനപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു. അവിടെ ചെന്ന റാഹേലിന് വേണ്ടി 7 വർഷം വേല ചെയ്യും. പക്ഷെ അവന് കിട്ടിയത് എന്തെന്നറിയാമോ? ലേയ. ഇവൻ ഇവിടെ കളിപ്പിച്ചു, അവനെ എന്ത് ചെയ്തു? അവിടെ കളിപ്പിച്ചു. ദൈവം വെള്ളത്തില്ല. കാര്യമൊക്കെ ശരി, അനുഗ്രഹമൊക്കെ കൊടുത്തെങ്കിലും പക്ഷെങ്കിൽ ദൈവം വിട്ടില്ല. വീണ്ടും 7 വർഷം കഴിഞ്ഞിട്ട് ഒരു ക്രിമിയൻ ഉണ്ടാക്കി പോരാൻ വേണ്ടി ഇരുന്നവന് വീണ്ടും റാഹേലിന് വേണ്ടി 7 വർഷം ദൈവം വിട്ടില്ല. പിന്നെയും കുറെ കാലം കൂടെ പാർത്ത് തിരികെ പോരുമ്പോ വഴിയിൽ വെച്ച് അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച റാഹേൽ മരിച്ചുപോയി. അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനൊരു കാരണം, ഓരോ കുടുംബങ്ങളിൽ ആദ്യകാലങ്ങളിൽ ആ കുടുംബത്തിന്റെ ഏറ്റവും അവകാശപ്പെട്ട ഒരു ശ്രേഷ്ഠമായ വസ്തുവാണ് ആമേൻ. ആമേൻ. എന്തായിരുന്നു അതിന്റെ പേര്? ഗ്രഹബിംബം അല്ലെ? ഇത് കുടുംബത്തിരിക്കേണ്ടതാ. പക്ഷെ റാഹേൽ അത് എടുത്തോണ്ട് എന്ത് ചെയ്തു? ലാബാൻ നോക്കിയപ്പോ വെള്ളം വിട്ടുപോയത് കൂടാതെ വീട്ടില് ഈ വസ്തുവിടെ എടുത്തോണ്ട് പോയിരിക്കുക. വന്നല്ല ശോഭം പിന്തുടർന്നു, ശോധന ചെയ്തു. റാഹേൽ കള്ളം പറഞ്ഞു, തിരിച്ചു കൊടുത്തില്ല. അപ്പനെ കളിപ്പിച്ച അവിടെ. അത് യാക്കോബ് പറഞ്ഞല്ല കേട്ടോ. ഇന്ന് പോയ കാലം മറന്നു പോയരുത്. ഇതുമായി അവൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുവാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ദൈവത്തിൻ്റെതും മറ്റു മനുഷ്യരുടേതും സാത്താന്റെയും ഒന്നും അവകാശം പറയുന്നത്. ദൈവത്തിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലായ ദൈവത്തിനുള്ളത് നമ്മൾ കൊടുക്കാതെ നമ്മൾ പിടിച്ചു വയ്ക്കുക, ഇതൊന്നും അവകാശത്തിരിക്കരുത്. സാത്താനുള്ളതൊന്നും നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. മറ്റു മനുഷ്യരുടേതൊന്നും നമ്മുടെ നാട്ടിൽ വേദനയുള്ളത് ഒന്നും ഉണ്ടാകാനായിട്ട് പാടില്ല.
താൽക്കാലികം അത് ജയമെന്ന് തോന്നിയാലും നമ്മൾ കണക്ക് പറയേണ്ടതായി വരും. അവർ റാഹേല് എത്തേണ്ട സ്ഥലത്ത് എത്താനായി കഴിഞ്ഞില്ല. അതൊന്നും പറയാനല്ല നമ്മൾ വന്നത്. ഞാൻ വന്നത് ഈ യാക്കോബ് ചില വർഷങ്ങൾക്ക് ശേഷം ലാബാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുമ്പോ ദൈവത്തിന് സ്തോത്രം, അവന് എബ്ബോക്ക് കടവിൽ വന്നു. ഭാര്യമാരെയും ദാസീദാസന്മാരെയും മൃഗങ്ങളെല്ലാം അക്കരെ കടത്തി അവൻ തന്നിച്ച് ശേഷിച്ചു. ദൈവം ആ ഒരു സമയത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാണുന്നു. ഇവൻ തന്നെയാ, ഇനി ഇവൻ മാത്രം അക്കരെ കടന്നാ മതി. എല്ലാവരോടും പറയും നിങ്ങളെല്ലാം പൊയ്ക്കോ, നിങ്ങളെല്ലാം പൊയ്ക്കോ, ഞാൻ പുറകെ. എല്ലാവരും അക്കരയെന്നു, ഇവനിക്കരെ നിൽക്കുക. അപ്പോൾ അവൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നവൻ മല്ലു പിടിച്ചെന്നാ നമ്മൾ വായിച്ചത്. എന്നിട്ട് എന്താ ചോദിച്ചെന്നറിയാമോ? ദൂതൻ വന്നിട്ട് ചോദിക്കുക, നിന്റെ പേര് എന്താ? ദൂതന് യാക്കോബിന്റെ പേരറിയാൻ മേലാഞ്ഞല്ല, നിന്റെ പേരെന്തുവാ? ദൈവത്തിന് സ്തോത്രം. ഗിദെയോന്റെ വീട്ടിലെ അപ്പന്റെ ഇളയ കാളയും വയസ്സും ഇതെല്ലാം അറിയുന്ന ദൈവം, നമ്മളെ അറിയുന്ന ദൈവം, ഹൃദയങ്ങളെയും അന്തർഭാഗങ്ങളെയും അറിയുന്ന ദൈവം ഇവൻ ഒറ്റയ്ക്ക് നിന്നപ്പോരോട് ചോദിക്കുക, നിന്റെ പേര്? ദൂതനെ ജയിക്കത്തില്ലെന്ന് കണ്ടപ്പോ യാക്കോബ് പറഞ്ഞു, എന്റെ പേര് യാക്കോബ്. യാക്കോബ് എന്ന പേരിന്റെ അർത്ഥം അവിടെ വെച്ച് ദൂതൻ പറഞ്ഞു, ഇനി നിന്റെ പേര് ഇസ്രായേൽ. വർഷം എത്ര കഴിഞ്ഞാലും ചില കാര്യങ്ങൾക്ക് നമ്മൾ കണക്ക് പറയേണ്ടതായി വരും. ദൈവസന്നിധി നമ്മളങ്ങ് മറന്നുപോയാലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവം മറക്കത്തില്ല, നമ്മളെയും കൊണ്ടത് പറയിപ്പിക്കും. പറയിപ്പിച്ചു കഴിഞ്ഞപ്പോ സഖായി അവൻ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ചതിവായി വാങ്ങിയതെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുക? 4 മടങ്ങ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുക. ആ സഖായിയോടെ കർത്താവ് പറഞ്ഞത്, നീ അബ്രഹാമിന്റെ മകനാണ്. അവന്റെ സമർപ്പണത്തെ, അവന്റെ തീരുമാനത്തെ, അവന്റെ പ്രതിഷ്ഠയെ ദൈവം കണ്ടിട്ട് പറഞ്ഞു, നീ അബ്രഹാമിന്റെ മകനാണ്, നിന്റെ വീട്ടിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ദിരാ പകർക്കാനായിട്ട്. യാക്കോബ് തീരുമാനമെടുത്തു, പ്രതിഷ്ഠിച്ചു, അവന്റെ കുറ്റമേറ്റു പറഞ്ഞപ്പോ, ഞാൻ ഉപായിയാണ് ദൂതനെ, ദൈവമേ കർത്താവേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അവനോട് പറഞ്ഞു, ഇനി നിന്നെ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇസ്രായേൽ ഗോത്രങ്ങൾ അവനിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രി പകൽക്കാലം എന്നിരുന്നാലും അവന്റെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. ഒരിക്കൽ തന്റെ സഹോദരനെ കളിപ്പിച്ചു വന്നതാണ് അവൻ ഇവനെതിരെ വല്ലതും ചെയ്യണം. എന്നാൽ സഹോദരനെ ദൈവം ഭയപ്പെടുത്തി ഇവൻ അനുകൂലമുള്ളവനാക്കി, അവൻ ദൈവ സ്നേഹമുള്ളവനാക്കി മാറ്റുവാൻ അവന്റെ ആ സമർപ്പണം, യാക്കോബിന്റെ സമർപ്പണം അത് പ്രാപ്തമാക്കി. അവൻ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നാൽ നമുക്ക് സൗഖ്യം തരിക മാത്രമല്ല, ദൂത് പകരുക മാത്രമല്ല, നമ്മളോട് ചിലത് ചോദിക്കും. ചോദിച്ചു കഴിയുമ്പോ നമ്മുടെ പേര് മാറ്റും, നമ്മുടെ അഡ്രസ് മാറ്റും, നമ്മുടെ സ്ഥിതി മാറ്റും. ദൈവം തന്റെ ഇനത്തിന്റെ സ്ഥിതി മാറ്റും. അപ്പൊ യാക്കോബ് സന്തോഷിക്കും. ദൈവത്തിന്റെ ദൂതൻ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ദൂതൻ വരുന്ന അവൻ മറ്റൊരു കാര്യം കൂടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ച് ഭക്തന്മാർക്ക് ചുറ്റും. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ പാളയമിറങ്ങുവാനായിട്ട് കിടന്നു വരും. ദൈവത്തിന് സ്തോത്രം. ശത്രു ഒരു വഴിയായി വരുമ്പോ 7 വഴിയായി ഓടിക്കുന്ന ദൈവമുണ്ട് നമ്മുടെ ദൈവം. എലിശ വാർത്ത വീടിനെ ആമേൻ ആക്രമിക്കുവാൻ, എലിശായെ പിടിക്കുവാൻ വന്ന ആമേൻ ആരാമിന്റെ സൈന്യത്തിനെ അന്ധത പിടിപ്പിച്ചതാണ് ദൈവത്തിന്റെ ദൂതൻ. ഇന്ന് പകൽക്കാലം ഏതൊരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ദൈവത്തിന് വേണ്ടി നമ്മൾ ഗബ്രിയേലും മീഖായേലും ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം നമ്മളത് വിശ്വസിക്കും. നമ്മൾ വീട് വിട്ടേച്ച് പോകുമ്പോ, നമ്മള് മറ്റൊരു സ്ഥലത്ത് പോകുമ്പോ, നമ്മൾ മോശ എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? യഹോവേ, നിന്റെ സാന്നിധ്യം എനിക്ക് ഞങ്ങൾക്ക് മുന്നമേ പോകുന്നില്ലെങ്കിൽ നീ ഞങ്ങളെ എന്ത് ചെയ്യരുതേ? നിന്റെ ദൂതനെ ഞങ്ങൾക്ക് മുന്നമേ എന്ത് ചെയ്യണമേ? അയക്കണമേ. എന്തിനു വേണ്ടി? വായിക്കുന്നു, വഴികളെ നിരപ്പാക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ നമുക്ക് മുമ്പേ എന്ത് ചെയ്യുക? അയക്കുകയാണ്. ദൈവം തന്റെ ദൂതനെ നമുക്ക് മുമ്പേ അയക്കും. നീ എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യരുതേ? ദൈവത്തിന്റെ ദൂതൻ എങ്ങനെ വരും എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഭക്തന്മാരാണോ ദൈവത്തിന്റെ ദൂതനെ? ദൈവം ചോദിച്ചു, അവന് യവം മിദ്യാന്യരുടെ കയ്യിൽ പെടാതെ വണ്ണം മെതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗിദെയോന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് വിളിച്ചു, അല്ലയോ പരാക്രമശാലിയായ ഗിദെയോനെ, യഹോവ നിന്നോടുകൂടെ. അവൻ ചോദിക്കുക, ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് സംഭവിക്കുന്നത് കഷ്ടതകളും അവർ വിധിച്ചിരിക്കുന്നത് അവരുടെ വിളവുകളൊക്കെ നശിപ്പിക്കുന്ന മിദ്യാന്യരുടെ ശക്തി. ചുരുക്കി പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പൊ ഗിദെയോൻ പറഞ്ഞു, നിനക്കൊരു യാഗം കഴിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പോയി വരാൻ പോവുക. പക്ഷെ ഞാൻ ഇത്ര നേരം ഈ യവത്തിന് കാവലിൽ നിന്ന് ഞാൻ മരിക്കുകയായിരുന്നു. അപ്പൊ ദൂതൻ എന്താ പറഞ്ഞറിയാം? നീ പോയി വാ, നീ പോയി വരുവോളം ഞാൻ ഇവിടെ എന്ത് ചെയ്തോളാം. ഇന്ന് പോലെ കാലം നമ്മുടെ വീടിലും ആരെങ്കിലും പട്ടിയെ വളർത്തുവോ പൂച്ചയെ വളർത്തുവോ ചെയ്യുന്നതൊന്നും എനിക്കൊന്നും ഇതിലില്ല. ഞാൻ പറയുന്നത് അതൊന്നുമല്ല, സെക്യൂരിറ്റികളൊന്നുമല്ല കാവല്, ദൈവത്തിന്റെ ദൂതൻ. നമ്മൾ ദൈവത്തെ വിളിക്കാൻ പോകുമ്പോ, നമ്മൾ ജോലിക്ക് പോകുമ്പോ, നമ്മുടെ വീട്ടിലെ വലിയ നായല്ല നമുക്ക് കാവല്. ദൈവത്തിന് സ്തോത്രം. പിന്നെന്തറിയാമോ? ദൈവത്തിന്റെ ദൂത സൈന്യങ്ങൾ നമുക്ക് കാവലുണ്ട്. വീടിന് ചുറ്റും കാവലുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് ചുറ്റും കാവലുണ്ട്. കർത്താവേ, നീ കാവല് നിൽക്കണമേ എന്ന് പറഞ്ഞിട്ട് ഗിദെയോൻ പോയി. അപ്പൊ പോയി വരുവോളം മിദ്യാന്യരുടെ കയ്യിൽ പെടാതെ വണ്ണം ദൈവത്തിന്റെ ദൂതൻ യവത്തിന് കാവലിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. നമ്മൾ വിചാരിക്കും ചെറിയ കാര്യത്തെ എങ്ങനെയാണ് ദൂതന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്? ആമേൻ. ദൈവത്തിന്റെ ദൂതൻ കാവലിൽ നിൽക്കും. ഹല്ലേലൂയ. ഇനി അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചുള്ള അതേ ഒരു ബുക്ക് എഴുതി. ഇഷ്ടം പോലെ കാശായിരുന്നു ഈ ബുക്ക് എഴുതുന്നതിന്. പിന്നെ റോയൽറ്റി. അപ്പൊ ഒരു കള്ളനായി. പോലീസ് പിടിക്കും, പിന്നെയും പോകുന്നക്കാനായിട്ട്. അപ്പൊ എനിവേ അദ്ദേഹം പറഞ്ഞതൊരു വീട്ടിൽ കയറി കട്ടു. അവിടെ ഒരു 2 പട്ടിയുണ്ട്. ഈ പട്ടി ആ വീടിന് ചുറ്റും എന്ത് ചെയ്യുക? നടക്കും. ഒരു പട്ടി ഫ്രണ്ടിലിരിക്കും, എന്നിട്ട് അടുത്ത പട്ടി ഒന്ന് കറങ്ങി വരും, ഒറ്റ കറക്കം. എന്നിട്ട് അത് വന്ന് ഇവിടെ ഇരിക്കും. അപ്പൊ ഈ പട്ടി എഴുന്നേറ്റ് എന്ത് ചെയ്യും? അപ്പുറത്ത് കറങ്ങി വരും. എന്നിട്ട് ആ പട്ടി വരുമ്പോ ഈ പട്ടി എഴുന്നേക്കും. അങ്ങനെയാണ് അതിനെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹം വേറൊരു വീടിന്റെ മതിലേ കയറി, ഈ വീട്ടിന്റെ മേളത്താനിലേ കയറി, താഴെ ഇറങ്ങി വന്നപ്പം അവിടെ 2 പട്ടി പെരയ്ക്കകത്ത്. അപ്പൊ ഒരാള് പറഞ്ഞു തന്നെ മറ്റവനോട്, നമ്മുടെ ആളാ, കുഴപ്പമൊന്നുമില്ല അയാൾ പറയുന്നത്. ഇനി അപ്പൊ അങ്ങനെ അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പട്ടിയെ ഭയപ്പെടുത്തണമല്ലോ, ഇറങ്ങിപ്പോണം. കാര്യം മറ്റവന്മാര് കഥ തുറന്ന് വെളിയിൽ ഇറങ്ങണം അടുക്ക ഭാഗത്തോട്. അപ്പൊ നോക്കിയപ്പോ മറ്റേ മുമ്പിലത്തെ 2 പട്ടി ഇപ്പോൾ അവിടെ വന്നിരിക്കുക. അപ്പൊ അവനെന്തോ പിടി കിട്ടി, പോകാൻ പറ്റത്തില്ല. അപ്പൊ മീൻകറി വെച്ചിട്ടുണ്ട് ആ വീട്ടുകാരൻ. അദ്ദേഹം ഒരു മീൻ എടുത്ത് ഇവിടെ ഇരുന്നവരെ കൊടുത്തു. അപ്പോഴത്തേക്ക് മറ്റവന്മാർക്ക് 2 കൂടെ കൊടുത്തു. അമ്മമാർ അകത്ത് കയറി അമ്മമാർക്ക് കൊടുത്ത് അങ്ങ് ബാത്റൂം വരെ അദ്ദേഹം ഇറങ്ങിപ്പോയെന്നാ പറയാം. എനിവേ, അപ്പൊ എന്തെല്ലാം ഈ ലോകത്തിലെ സൂക്ഷിപ്പുകാരുണ്ടെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി പിടിപ്പിക്കും. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ എടുക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് കടന്നു വരും. ദൈവത്തിന് അമ്മച്ചി പറഞ്ഞതുപോലെ
നീ എന്നോട് കൂടി ഇരിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോ പടയാതെ നടക്കുക. പറയാം അമ്മച്ചി പറയുക, അമ്മച്ചിയോട് പറഞ്ഞെന്താ, നീ ഇന്ന് കാണുന്ന കാൽപാദങ്ങൾ നിന്റേതല്ല, ഞാൻ നിന്നെ എടുത്തിരിക്കുക, എന്റെ കാൽപാദങ്ങളാണ് നീ കാണുന്നത്. ദൈവം നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ എടുക്കുക തന്നെ ചെയ്യും. നരയ്ക്കുവോളം നമ്മളെ എന്ത് ചെയ്യും? ചുമക്കുക തന്നെ ചെയ്യും. കൂട്ടുകാരിൽ പരമായ ആനന്ദതയിലും കൊണ്ട് അവർ അഭിഷേകം ചെയ്യും. ദൂതൻ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം. ആമേൻ. അവിടെ ഇസ്രായേൽ മക്കള് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. ആ പുറപ്പെട്ടു വരുന്ന സന്ദർഭത്തില് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ഇവർ ചെങ്കടലിന്റെ കരയിലാണ് വരുന്നത്. അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. കാരണം ഇങ്ങോട്ട് വന്നാൽ ആരുണ്ട്? ഫറവോന്റെ സൈന്യമാണ്. അങ്ങോട്ട് പോയാൽ എങ്ങനെ? ചെങ്കടലാണ്. രണ്ടിന്റെ പ്രതിസന്ധിയിലാണ് ഇവർ നിൽക്കുന്നത്. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രതിസന്ധിയിൽ നമ്മളും ഇതുപോലെ വന്ന് നിൽക്കുന്ന ചില മേഖലകളുണ്ട്. മുമ്പോട്ട് പോകാനും കഴിയത്തില്ല, പുറകോട്ട് പോകാനും കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ജീവിതത്തിൽ ഒക്കെ കടന്നു വരും. അപ്പൊ എന്താ ചെയ്യുന്നറിയാമോ? ഈ അഗ്നി രഥങ്ങളായ ദൈവത്തിന്റെ ദൂതന്മാർ, അല്ലെങ്കിൽ അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഒക്കെ നമ്മൾ വഹിക്കുന്നു. ഈ ദൈവത്തിന്റെ മക്കൾക്ക്, ഇസ്രായേൽ മക്കൾക്ക് മുന്നമേ വയ്ക്കൊണ്ടിരുന്നു. അവർക്ക് അവര് വെളിച്ചം കാണിച്ചുകൊണ്ട് ഇവരൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, മിസ്രയീമ്യരുടെ എന്ത് ചെയ്യുക? സൈന്യം വരിക. നമ്മളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്തേക്കണം? നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? പണ്ട് ഞാനൊക്കെ കൊച്ചിലെ നമ്മുടെയൊക്കെ റോഡിലൊക്കെ വണ്ടിയും വെള്ളമൊന്നും ഇല്ല, രാത്രിയാ, വെട്ടവും ഇല്ല. എവിടെയെങ്കിലും ഒരു സ്ട്രീറ്റ് ലൈറ്റ് കാണും, അതിനും വെട്ടം കാണത്തില്ല. അപ്പൊ ഇങ്ങനെ വലിയ പാട്ടൊക്കെ പാടി വരുമ്പോഴീ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ട് ഈ നമ്മൾ ഈ ചവിട്ടുന്ന മണ്ണിന് ഇവിടെ അവിടെ സ്ലിപ്പറോട് ഇട്ട് കഴിയുമ്പം ഒരു ഒറ്റയ്ക്ക് പോകുമ്പോൾ രാത്രി 10-10:30 9 ആയാലും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത് അറിയാം? തിരിഞ്ഞ് നോക്കിയാ എന്ത് ചെയ്യുന്നത്? വീട്ടിലോട്ട് പുറകെ വല്ലോ ഉണ്ടോ, മാറനോ, അല്ല നമ്മളെ കിഡ്നാപ്പ് ചെയ്യാനും നമ്മുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകാൻ ആരും പറഞ്ഞില്ല. കാരണം ഇതുണ്ടായിട്ട് വേണ്ടേ, കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ പിന്നെ ലവം നല്ല ഉണ്ടോ എന്നാണ് നമ്മുടെ നോട്ടം. അപ്പൊ ഇസ്രായേൽ ഒരു കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട്, മുന്നോട്ട് പോകാൻ ഒരിക്കലും എന്ത് ചെയ്തേക്കരുത്, തിരിഞ്ഞു നോക്കരുത്. ഇസ്രായേൽ മക്കൾ മുന്നോട്ട് പോകാനാ ദൈവം പറഞ്ഞവരെ ഇറക്കിക്കൊണ്ടുവന്നതാ. ഇവരിടയ്ക്ക് എന്ത് ചെയ്തു? പുറകോട്ട് നോക്കിയപ്പോഴാ കണ്ടത് ഫറവോന്റെ സൈന്യം വരുന്നത്. അത് നമ്മളെ ഭയപ്പെടുത്തും. മുന്നോട്ട് പോകാൻ പറഞ്ഞാൽ മുന്നോട്ട് പോകുക. സൈന്യത്തെ കാണാനല്ല നമ്മൾ നിൽക്കുന്നത്. അവരപ്പോൾ ദൈവത്തോട്, മോശയോട് നിലവിളിക്കാൻ തുടങ്ങിയതാണ് നമ്മൾ. ഞങ്ങളെ മിസ്രയീമിൽ വേല ചെയ്യാൻ വിടാതിരുന്നതെന്ന് മോശയ്ക്കെതിരായിട്ട് അവർ പറയാനായിട്ട് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം പറയുക, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഭയപ്പെടേണ്ട. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുകൊള്ളണം. ഇന്ന് കാണുന്ന മിസ്രയീമിനെ മേലിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ഒരു നാളും നിങ്ങൾ കാണത്തില്ല. ദൈവം കൊണ്ട് ആലോചന അവരെ ബലപ്പെടുത്തി. എന്നാൽ ഈ മുമ്പിൽ വെളിച്ചം കാണിച്ച് ചെങ്കടലിൽ കറക്കാനായിട്ട് പോയി ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിലുണ്ട്. മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഉണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്ന 19-ാമത്തെ വാക്യം, അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും മാറി പിമ്പിപ്പോയി. കണ്ടോ? നമ്മളിപ്പോ ഇങ്ങനെ കൊച്ചു പിള്ളേരൊക്കെ നമ്മൾ പണ്ട് വലിയ പ്രായമുള്ളവരുമായിട്ട് കൺവെൻഷനൊക്കെ പോകുമ്പോ പിള്ളേരൊക്കെ മുമ്പിൽ പോകും. അതോ ആർക്കെങ്കിലും പേടിയുണ്ട്, നീ പോടാ മുമ്പിലുണ്ട് എന്ന് പറഞ്ഞ് പ്രായമുള്ളവർ എന്ത് ചെയ്യും? തള്ളി വിട്ടിട്ട് അവര് പുറകെ നിൽക്കും.
ഇത് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ദൂതൻ മുമ്പിൽ പോയ ദൂതൻ ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മിസ്രയീമിന്റെ സൈന്യം ആമേൻ ഇവരെ അടുക്കാതെ വണ്ണം, ഇവരുടെ അടുക്കൽ അറ്റാക്ക് ചെയ്യാതെ വണ്ണം ഇപ്പൊ ഇതിന്റെ നടുവിൽ വന്ന് എന്ത് ചെയ്തിരിക്കുക, ഇന്ന് പോയി കാലം മുമ്പിൽ പോയ ദൂതൻ അവിടെയും ഇസ്രായേലിനെ പരിപാലിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇസ്രായേലിനെ ഒരു പക്ഷി ചുറ്റി പരിപാലിക്കുന്നത് പോലെ അവൻ നമ്മളെ പരിപാലിക്കുന്ന ദൈവമാണ്. ദൈവം ഇസ്രായേലിന്റെ പരിപാലകൻ. ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവന്റെ കാലം മറന്നു പോകരുത്. ലോകത്തിന്റെ എല്ലാ ശക്തികൾ വന്നാലും അവൻ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല. പുതിയ നിയമം ഇസ്രായേലായിരിക്കുന്ന നമ്മളെ ചുറ്റി പരിപാലിപ്പാൻ ദൈവത്തിന്റെ ദൂതനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പണ്ട് സുരേഷ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ദൂതൻ നമുക്ക് മുന്നമേ ഓടുക. പക്ഷെ ദൈവത്തിന്റെ ദൂതൻ ഓടുന്ന സ്പീഡിനേക്കാൾ വലിയ സ്പീഡിലാണ് നമ്മൾ സ്കൂട്ടർ ഓടുന്നെങ്കിൽ ദൈവത്തിന്റെ ദൂതന് നമ്മളോടൊപ്പം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ദൂതൻ ഓടുന്നതിനേക്കാൾ വേഗത്തിലാണ് ഓടിയച്ച ദൂതനെ കാറ്റില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പകലക്കാലം ദൈവം തന്റെ ഭക്തന്മാർക്ക് ചുറ്റും വെടത്തിയ പുറകെ വന്ന് നിൽക്കുക. നമ്മൾ വായിക്കുന്നത് സൈന്യം തമ്മിൽ അടുക്കാതെ വണ്ണം അവരുടെ മധ്യേ നിന്നു. എന്നിട്ട് താഴോട്ട് വായിക്കുന്നു, മോശ കടലിൽ മേൽ എന്ത് ചെയ്തു, കൈനീട്ടി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം പുറകിൽ വന്ന് ദൂതൻ നിന്ന് എന്തിനെന്നറിയാമോ, മിസ്രയീമ്യരുടെ ഭയം മാറ്റാൻ ഇവരെ അക്കരെ കടന്നു. ഇവരെ അക്കരെ കടത്തി കഴിഞ്ഞിട്ട് എല്ലാവരും ചെങ്കടല് കടന്നു. 22-22 വാക്യം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. 24 വാക്യം. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി മിസ്രയീം സൈന്യത്തെ എന്ത് ചെയ്തു, തെറ്റിച്ച് പ്രയാസമാക്കി ഓട്ടം. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുക, യഹോവ ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവര് തമ്മിൽ പറയുക, നമുക്ക് ഇവരെ വിട്ടോടാം. നമുക്ക് കാലം അക്കരെ കടത്തി കഴിഞ്ഞപ്പോ അവരെ പിന്തുടരുമെന്ന് കണ്ട ഈ മിസ്രയീമ്യരുടെ രഥചക്രങ്ങളുടെ ഓട്ടത്തെ താറുമാറാക്കി അവരെ അവിടെ താതവണ്ണം ചെങ്കടലിൽ മുക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ദൂതൻ, സ്വർഗത്തിലെ ദൈവം തന്നെ അവരെ എന്ത് ചെയ്തു, നോക്കി. ദൈവത്തിന് സ്തോത്രം. ആളും പരിചയം കൊണ്ടുമല്ല ദൈവം യുദ്ധം ചെയ്യുന്നത്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവ്. ചിലതൊക്കെ നമ്മുടെ മുമ്പിൽ പ്രതികൂലം വരുന്നത് നമ്മളെ ചില സ്ഥലങ്ങളിലും സ്ഥാനങ്ങളിലും കൊണ്ടൊന്ന് എത്തിക്കാൻ വേണ്ടിയാ, ചില നന്മകൾ പ്രാപിക്കാൻ വേണ്ടിയാ. ഈ ദാവീദ് ഒരിക്കൽ പോലും ഒരുപക്ഷെ അറിയപ്പെട്ട ഒരുത്തരായി മാറത്തില്ലായിരുന്നു. ഫെലിസ്ത്യനായ ഗോലിയാത്തില്ലായിരുന്നെങ്കിൽ, ഫെലിസ്ത്യനായ ഗോലിയാത്ത് വെളിപ്പെട്ടതാണ്. ദാവീദ് അവനിൽ ഒരു ആത്മാവുണ്ടെന്നും അവൻ അയച്ച കല്ല് അവനെ ഫെലിസ്ത്യന്റെ തലയെ തകർത്തെന്നും ഒക്കെ അവിടെ കീർത്തിക്കപ്പെടാൻ കാരണം ഒരു ഫെലിസ്ത്യൻ എഴുന്നേറ്റതാണ്. ആമേൻ. നമുക്ക് വിചാരിക്കും ഈ ഇവനെ കണ്ടങ്ങ് പേടിച്ചൊക്കെ പോകും. പക്ഷെ ഒരു ദാവീദിനെ പ്രശസ്തനാക്കാൻ, ദാവീദിനെ ഒരു സിംഹാസനസ്ഥനാക്കാൻ, ദാവീദിനെ രാജാവാക്കുവാൻ ദൈവം ഒരു ഫെലിസ്ത്യനെ എഴുന്നേൽപ്പിച്ചിരുന്നു. പക്ഷെ അവനെ സധൈര്യം നേരിടുവാൻ ദൈവം ഒരു ആത്മക്കരുത്ത് ദാവീദിന്റെ മേൽ. ഇന്ന് പോയ കാലം ഒരു വലിയ കരുത്ത് നമ്മളിൽ പകരുന്നു. ദൈവത്തിന്റെ അളവറ്റ കൃപകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ഇവിടെ ഇറങ്ങി വന്ന മിസ്രയീമ്യർക്ക് മുന്നമേ പോയി, ഇസ്രായേലിന് മുന്നമേ പോയി. മിസ്രയീമ്യരുടെ ഇസ്രായേലിൽ തമ്മിൽ അടുക്കാതെ വണ്ണം ഇസ്രായേൽ മക്കളുടെ പിറകിലായി
മിസ്രയീമ്യരെ ആമേൻ യഹോവയായ ദൈവം നോക്കി അവരെ ചെങ്കടലിൽ ദൈവമേ നമ്മളൊന്നും കണ്ട് പേടിക്കരുത് കേട്ടോ. ചെങ്കടല് കണ്ട് പേടിക്കണ്ട, പുറകോട്ട് നോക്കരുത്. അഥവാ നോക്കിയാൽ ആമേൻ സൈന്യത്തെ കണ്ട് ഭയപ്പെടരുത്. ആ സൈന്യം വരുന്നത് കണ്ടാൽ ദൈവം ബാക്കി കാര്യം ചെയ്തോളും. കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ നീ അല്ലാതെ വേറെ ആരുമില്ലെന്ന് പറയുമ്പോ അവൻ നമ്മുടെ പിറകിൽ പോയി നിൽക്കും. നമുക്ക് വേണ്ടി യഹോവയായ ദൈവം യുദ്ധം ചെയ്യും. അത് മിസ്രയീമ്യര് പറയുക, നാം ഇവരെ വിട്ട് ഓടിപ്പോകാം, നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ എന്ത് ചെയ്യുന്നു? യുദ്ധം ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സങ്കീർത്തനത്തിൽ നമ്മൾ എന്താണ് വായിച്ചത്? ആമേൻ, ഭക്തന്മാർക്ക് ചുറ്റും അവൻ പാളയം ഇറങ്ങി അവരെ വെടിവെക്കുകയാണ്. എന്റെ പകൽക്കാലം എന്നെ നിങ്ങളെ വെടിവെച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്നിട്ട് വായിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, പാളയം ഇറങ്ങി അവരെ വെടിവെക്കുന്നു. അതുകൊണ്ട് യഹോവ നല്ലവനെന്ന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ദൈവം നല്ലവനാണ്. ദൈവം നല്ലവനാണ്. ദൈവം നല്ലവർക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. വായിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഓരോ നന്മയും ദൈവം ചെയ്യത്തില്ല, മുടക്കം വരുത്തില്ല. നന്മയൊന്നും മുടങ്ങിപ്പോവാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മൾ വായിക്കുന്നു, നന്മയും കരുണയും ആരുടെ യഹോവ എന്റെ ഇടയനാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു ഭക്തന് നന്മയും കരുണയും മുടങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആരിലും ആശ്രയിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അത് നമ്മുടെ കൂടെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. താൽക്കാലിക ക്ഷീണങ്ങൾ വന്നാലും അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നന്മയും കരുണയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 48-ാം വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുകയാണ്. ഹൃദയത്തിന് നുറുക്കമുണ്ടെന്ന്, ഹൃദയത്തിന് നല്ല വേദനകളുണ്ട്, എന്നാൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. സമാധാനമില്ലാതെ വരുമ്പോ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളോട് എഴുതിയിട്ടുള്ള നീതിമാന്റെ അനർത്ഥങ്ങൾ നീതിമാന്റെ അനർത്ഥങ്ങൾ എണ്ണി തീർക്കാൻ കഴിയാത്തതാ. ഹോവ അതിൽ നിന്നൊക്കെ അവനെ എന്ത് ചെയ്യും? ഈ അതോട് പറയണേ, നീ ദൈവം ഇന്നലെ ഇന്ന് വന്നേക്കും. ഇതെല്ലാം അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 1-ാം വാക്യം, ഞാൻ ഹോവയെ എല്ലാ കാലത്തും എനിക്ക് ഏത് പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലും, സിംഹക്കുഴിയിലായാലും തീച്ചൂളയിലായാലും, ഹല്ലേലൂയ ആമേൻ, എന്റെ വീട് വളയാൻ വന്നാലും, അല്ലെങ്കിൽ മിസ്രയീം സൈന്യത്തിന്റെ നേരെ കടന്നു വന്നാലും, ഹല്ലേലൂയ ഹല്ലേലൂയ, രോഗിയായിരുന്നാലും, ഹല്ലേലൂയ എവിടെയായിരുന്നാലും, ഞാൻ എവിടെയായിരുന്നാലും എന്റെ ദൈവം നല്ലവനാണ്. അവങ്കിലേക്ക് നോക്കി പ്രകാശകരായെന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിന് സ്തോത്രം. ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. എന്റെ സങ്കടങ്ങളിലും കഷ്ടതകളിലും, എന്റെ ഇല്ലായ്മകളിലും നിരാശകളിലും എന്നോട് കൂടിയിരുന്ന ദൈവം എനിക്ക് സമൃദ്ധി തന്നപ്പോഴും സമാധാനം തന്നപ്പോഴും ഞാൻ യഹോവയെ വാഴ്ത്തും. എല്ലാറ്റിനേക്കാളും അപ്പുറമായി ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എന്റെ നാവിന്മേല്, അവനെ കുറിച്ചുള്ള സ്തുതി നമ്മുടെ നാവിന്റെ മേലുണ്ടെങ്കിൽ വേറെ ഒന്നിനെ കുറിച്ചും നമ്മുടെ നാവിൽ ചെയ്യാൻ പറ്റത്തില്ല, വരാനിടയാണ്. നമ്മൾ അവനെ കുറിച്ചുള്ള സ്തുതി നമ്മുടെ നാവിന്റെ മേൽ ഇരിക്കുകയും ചെയ്യും. നമ്മൾ പലതിനെ കുറിച്ച് എന്ത് ചെയ്യും? നമ്മൾ പറയുകയും ചെയ്യും. അവനെ കുറിച്ചുള്ള സ്തുതിയെ നമ്മുടെ നാവിന്മേൽ ഉണ്ടാകും. വേറൊന്നിനെ കുറിച്ചും നമ്മൾ ആമേൻ ഉണ്ടാകാനായിട്ട് ഇടയാകാതെ നമ്മൾ സൂക്ഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.